കുട്ടമ്പിള്ള സംഹിത 1-ാം അധ്യായം 3-ാം വാക്യം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ കായംകുളം കൊച്ചുകൊണ്ട് സ്റ്റൈലാണ്. ഉള്ളവൻ്റെ എന്ത് പിടിച്ചു പറിച്ച് ഇല്ലാത്തവന് കൊടുക്കുക. പിടിച്ചു പറയുന്ന മോഷണമല്ല, കൈയകച്ച് പാവങ്ങളെ സഹായിക്കുക. പറിച്ചു പിടി, അത്രേ ഉള്ളൂ. ഇത് സ്വന്തം വീട്ടിൽ പ്രാവർത്തികമാക്കിയ അങ്ങനെ ഒരു കൊച്ചുണ്ണിയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് എന്റെ ഗതികേട്. കുട്ടമ്പിള്ള കുട്ടുമാമ, ഈ കപ്പ വിളയാനായിട്ട് എത്ര നാളെടുക്കും? അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല മകളെ. പണ്ടൊക്കെ പലയിനം കപ്പയുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് നമ്മുടെ തോളറ്റം വരെയൊക്കെ എത്തും. അത് നമുക്ക് കവട്ട വെട്ടി പൂ വരുന്ന കപ്പയാണ്. ഇപ്പം 5-ാം മാസത്തിലേക്ക് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. അല്ല പിന്നെ അയ്യാ, അടുത്ത മണ്ണാണ്. ഒരു പിടി പിടി. ഇവിടുന്ന് ഒടിഞ്ഞു പോയല്ല, ഏ ഇവിടുന്ന് ഒടിഞ്ഞു പോയല്ല. തോണ്ടി എടുക്കാം. സമയം ഉണ്ടെങ്കിൽ ബാക്കി ഇവിടെ വന്ന് കുഴിച്ചെടു. ദേ ഇവിടുന്നൊക്കെ പൊട്ടിപ്പോയി. എന്ത് പിഴല്ല പിഴുതത്? പിന്നെ അല്ലാണ്ട് ഇങ്ങനെയാണോ കപ്പ വീണത്? നമ്മളെ ഏൽപ്പിച്ചാ പോരായിരുന്നു നമ്മൾ, അല്ലേ? ഇത് ഒറ്റ കപ്പ, ബാക്കി അടിയിലുണ്ട്. കപ്പ അതെ, മാന്തിരുന്നു മാന്ത്. കപ്പ കപ്പാട് കപ്പ മുറിച്ചാവിച്ച് കാന്താരാണ് ഉടച്ചങ്ങോട്ട് കഴിക്കുമ്പോഴേ അതിന്റെ രുചി നിനക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞിട്ടില്ല. അല്ല ചേട്ടാ, മാന്ത് അടിയിൽ പൊട്ടിപ്പോയത്. അത് ബാക്കി കപ്പ താഴെ കിടക്ക. മക്കളെ, അച്ഛൻ മാന്തിയെടുത്തോളാം, നിങ്ങൾ വയ്ക്കോ. പോട്ടാ. വാ പോവാ. ഇല്ലടി, നമുക്ക് ഒരുമിച്ച് പോവാം. അച്ഛൻ മാന്താന്നല്ലേ പറഞ്ഞു? പോടാ, നിങ്ങൾ പോടാ. ഇത് ഞാൻ കൊണ്ടുപോവാ അല്ലേ? നിങ്ങൾ കൊണ്ടിരിക്കോ. കൊണ്ടുപോയി വൃത്തിയാക്കി കഴുകി അരിഞ്ഞു വെക്കുമ്പോൾ നമ്മൾ ബാക്കി കപ്പയായിട്ട് ഞാൻ വരും. ഓക്കെ അല്ലേ? ശരി. ഗൗരി, എന്തോ വാ. ആ ഒരു വേട് പറഞ്ഞില്ലേ ശരിയാവില്ല, നടക്കും. ഗൗരി വാ. എടി, പണ്ട് ഇതേ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ മരിച്ചിരി കമ്പിന്ന് ഇലയെടുത്ത് നിന്നെ ഞാൻ കിട്ടിയിട്ടുണ്ട്. ഓർമ്മയുണ്ട? അതൊരു 16 വയസ്സങ്ങണ്ടുള്ളപ്പോഴല്ലേ. എടി, 16 വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്തൊരു ഭാഗ്യമടി. എന്തോന്ന് പാലും, ആകെ ഇത്രയും വയസ്സല്ലേ ആയുള്ളൂ. ആ അതെ പറഞ്ഞമ്മ. കപ്പ പിഴണ്ടേ? അത് നമുക്ക് ശ്രീകുട്ടനെ കൊണ്ട് കളച്ച മറിച്ചെടുക്കാം. നീ വാ. വാ, നടക്ക്. അളിയ, അങ്ങോട്ട് കൊടുത്താ മതി. അവിടെ കൊടുത്താ മതി. എവിടെ കൊടുത്താൽ മതി? ചെയ്യും. നാളെ ഞാനല്ലേ ഇതൊക്കെ ചെയ്യാൻ. ചെയ്താ കുഴപ്പമെന്ത്? ഉമേഷേ, ഷീറ്റ് ഇത്ര ഉള്ളാടേ? ബാക്കി കുറേ കിടപ്പുണ്ട്. ഉറയിലുണ്ടേ. ഉറയില? അത് ശരി. അല്ല, നിന്റെ ഉത്തരത്തിനൊരു കൃത്യത ഇല്ലല്ലേ? കൃത്യതയൊക്കെ ഉണ്ട് ചേട്ടാ. അളി എന്തിനു ഇവിടെ കിടന്ന് കറങ്ങണേ? പിള്ളേരൊക്കെ അവിടെ നിൽക്കുകയല്ലേ? അളി എന്തിനു ഇവിടെ കിടന്ന് കറങ്ങണേ? പിള്ളേരൊക്കെ അവിടെ നിൽക്കുകയല്ലേ? ഇവിടെ ജോലി ചെയ്യാൻ ആൾക്കാരുണ്ടല്ല. ഉമേഷേ, ഈ റബ്ബർ വിറ്റ് കിട്ടുന്ന പൈസ നേരെ ബാങ്കിൽ പോകൂ, അത് ക്യാഷ് ആയിട്ട് കുട്ടാമ്പള മാമന്റെ കൈ കൊടുക്കൂ? അതൊക്കെ നീ എന്താടാ ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നീ വിൽക്കണെന്ത്? നിന്നെ ആരെയും കൺട്രോൾ ചെയ്യണം? കൺട്രോൾ ചെയ്യേ. പിന്നെന്ത്? എന്താ സീകൂട്ടാ? ഷീറ്റ് കഴിഞ്ഞാ? ഷീറ്റ് കഴിഞ്ഞാ? അതുകൊണ്ട് 5000 റബ്ബർ ഇവിടെ ഉണ്ട്. അതിന്ന് നല്ലൊരു വരുമാനമല്ലടാ കിട്ടുന്നത്. 5000 റബ്ബറിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ല വരുമാനമല്ലടാ കിട്ടുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, എന്താണ് ഈ വരുമാനം എവിടെ പോണ്? ചേട്ടാ, 5000 വെട്ടൊക്കെ ഉണ്ട്. പക്ഷേ 4000 കടുംപെട്ട് വെട്ടിയെടുത്തേക്കാന്നേ. അല്ല ശ്രീകുട്ടാ, കുട്ടമ്പിള്ള മാമന് ഈ കടുംവെട്ട് തന്നെയാ പണി. എന്താടാ നിന്റെ വായിൽ റബ്ബർ പാല് വീണ? അച്ഛൻ ഇപ്പം ചെയ്തതാണ് കടുംവെട്ട്. ഏകദേശം ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ്
ഒരു കട്ടിയും കനമുള്ള ഒരു തൈ വീട്ടിൽ വന്ന് കയറി. അപ്പോഴേ അച്ഛൻ കടു വെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ സംസാരം നടക്കൂലായിരുന്നു. കനം കുറഞ്ഞ ഷീറ്റ് കുറച്ച് മാറ്റി അപ്പുറത്ത് വിരിച്ചാൽ. അപ്പുറം ആ ശരി.